ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി നന്ദിനി കോടാനുകോടീശ്വരിയുടെ ഒരു മകളാണെന്നുള്ള സത്യം ഇനി ഇന്ദ്രജ അറിയണം കേട്ടോ. തൻ്റെ ഉറക്കം കിടത്തുന്ന ആ ദിവസമായി മാറുകയാണ്. എന്നാൽ വിജയ് ചോദിക്കുന്നുണ്ട്, എന്താ ഇന്ദ്രജ നിൻ്റെ മനസ്സിൽ? ഒന്നുമില്ല. നീ ഇന്ന് എങ്ങോട്ടേക്കാണ് പോയത്? അതൊന്നും നിങ്ങളെ അറിയിക്കേണ്ട ആവശ്യമില്ല. അതെന്താ, ഞാൻ നിൻ്റെ ഭർത്താവല്ലേ, നീ എന്താ എന്നോടൊന്നും പറയാത്തത്? അതെൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതാണ്. അല്ലെങ്കിലും ഇപ്പോൾ എന്ത് കാര്യമാണ് നീ എന്നോട് പറയാറുള്ളത് എന്നിങ്ങനെ വിജയ് പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ഇന്ദ്രജ ഒരു തീരുമാനം എടുക്കുകയാണ്. എന്തായാലും എനിക്ക് ഇനി അടുത്ത ഒരു കാര്യത്തിനും കൂടി പോവാണ്ട്. എന്താ ഇന്ദ്രജ, എവിടോട്ടാണ്? അത് ഞാൻ വന്നിട്ട് പറയാം. എന്തായാലും നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യണം. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവുകയാണെന്നുള്ള നിങ്ങളിവിടെ എല്ലാവരോടും പറഞ്ഞാൽ മതി. അപ്പോൾ സത്യത്തിൽ നീ ഫ്രണ്ടിനെ കാണാനല്ലേ? നിങ്ങൾ ചോദ്യവും പറിച്ചിലും വേണ്ട. ഞാനങ്ങ് പറയുന്നത് അതങ്ങ് ചെയ്താൽ മതി. വേറെ പ്രത്യേകിച്ചൊന്നും ഇങ്ങോട്ട് പറയാൻ നിൽക്കേണ്ട കേട്ടോ. നമുക്കും കൂടി നല്ലതിന് വേണ്ടിയാണ്. നമുക്കും കൂടിയാണോ? അതെ, നമുക്കും കൂടി നല്ലതിന് വേണ്ടിയാണ് എന്നിങ്ങനെ ഇന്ദ്രജ പറയാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ ഇന്ദ്രജ പിറ്റേ ദിവസം രാവിലെ ആവുമ്പോഴേക്കും ആരോടും പറയാതെ ഇന്ദ്രജ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. എന്നാൽ ഇത് നന്ദിനി കാണുന്നുണ്ട്. അങ്ങനെ നന്ദിനി ഇന്ദ്രജ പോകുന്നത് കാണുകയാണ്. താൻ ആരെങ്കിലും എണീറ്റിട്ടുണ്ടോ? അമ്മ എണീറ്റിട്ടുണ്ടോ? വേദ എണീറ്റിട്ടുണ്ടോ? അച്ഛൻ എണീറ്റിട്ടുണ്ടോ? ആരെങ്കിലും തന്നെ കാണുമോ എന്നൊക്കെ ഇങ്ങനെ നാലുപുറം നോക്കിയിട്ടാണ് കേട്ടോ ഇന്ദ്രജ പോകുന്നത്. ഇതേ സമയം ഇവിടെ നന്ദിനിക്കാണെങ്കിലോ ഇതിലെന്തോ ഒരു ചുറ്റിക്കളിയുണ്ട്. ഉള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെ പരിങ്ങി നടക്കുന്നത് എന്നിങ്ങനെ മനസ്സിൽ നന്ദിനി കുറിക്കുകയാണ്. എന്തായാലും എന്തെങ്കിലും ആയിക്കോട്ടെ, ഇവരുടെ കാര്യത്തിലേക്ക് തീരുമാനം എടുക്കാൻ പോയാൽ തനിക്ക് പിന്നെ എന്നും ചീത്തപ്പേരായിരിക്കും. അതിൽ നല്ലത് താൻ ഇതൊന്നും അറിഞ്ഞതായി ഭാവിക്കേണ്ട എന്നൊരു തീരുമാനം ഇന്ദ്രജ എടുക്കുകയാണ് കേട്ടോ. നന്ദിനി എടുക്കുകയാണ്. എന്നാൽ ഇന്ദ്രജയാണെങ്കിലോ നേരെ പോകുന്നത് തൻ്റെ ആ കൂട്ടുകാരിയെ കാണാൻ തന്നെയാണ് കേട്ടോ. എടി, സത്യത്തിൽ ഈ നന്ദിനി എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അവളുടെ അമ്മ ഒരുപാട് സ്വത്തുക്കളൊക്കെയുള്ള ആളാണെന്ന് പറയുന്നത് സത്യമുണ്ടോ? എടി, ഇന്നലെ നീ പോയത് മുതൽ അമ്മ അവരുടെ ചരിത്രം പറഞ്ഞു കേട്ടിട്ട് ഞാൻ പോലും തരിച്ചുപോയി. അത് കേൾക്കുന്ന ഇന്ദ്രജ ചോദിക്കുകയാണ്, എന്താണ് അവരുടെ ചരിത്രം? എടി, അവർ ഇന്ന സ്ഥലത്തെ ഒരു വലിയൊരു കുടുംബമാണ്. അവർക്ക് 6-7 തലമുറയ്ക്ക് ജീവിക്കാനുള്ള അത്രയും സ്വത്തുക്കളുണ്ട്. അവരുടെ വീട്ടിൽ ഒരുപക്ഷെ എൻ്റെ മമ്മി പോലും യാചിച്ച് ചെന്നിട്ടുണ്ട്. മമ്മിയുടെ അച്ഛൻ അതുപോലെ അവരുടെയൊക്കെ അടുത്തോട്ട് യാചിച്ച് ചെന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. മമ്മിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അവരുടെ വീടിൻ്റെ ഉമ്മറത്ത് ചെല്ലാൻ പോലും പറ്റത്തില്ല. ബാക്ക് വശത്തൂടെ പോയിട്ടാണ് ഓരോരോ കാര്യങ്ങൾ. ഞങ്ങളൊക്കെ അത്രയും വലിയൊരു തറവാട്ടുകാരാണ്. എന്തിന് പറയണം, 5-6 തലമുറക്ക് ജീവിക്കാനുള്ള അത്രയും വലിയ പ്രതാപപ്പെട്ട കുടുംബത്തിലെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന ഉടൻ തന്നെ ഇന്ദ്രജ പറയാം, നീ എന്താ ഈ പറയുന്നത്? എന്നിട്ട് അവരിപ്പോൾ ഒരു തോട്ടക്കാരൻ്റെ മകളായിട്ട് ജീവിക്കല്ലേ? അതാണ് എൻ്റെ മമ്മി പറഞ്ഞത്. സുദേവൻ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അയാൾ ഭയങ്കര പാവമാണ്. അയാൾക്ക് ഒന്നിനോടും ഒരു ആർത്തിയില്ല. അയാൾ ഇതുവരെ ആ ഒരു സ്വത്തോ മുതലോ ഒന്നും ചോദിച്ചിട്ട് വന്നിട്ടില്ല. അയാളോട് ആരോ ഒരാൾ ഒരു പ്രാവശ്യം പറഞ്ഞു അത്രേ, മകൾക്ക് വേണ്ടി സ്വത്തുക്കളെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അത് കൊണ്ടുപോകാൻ വന്നോളൂ എന്ന് പറഞ്ഞു അത്രേ. പക്ഷേ അയാൾ അതിനു വേണ്ടി തൻ്റെ ഭാര്യയും കൂട്ടി അങ്ങോട്ടേക്ക് വരികയോ തൻ്റെ ഭാര്യയോട് ഈ വിവരം പറയുകയോ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞു കേട്ട വിവരം. മമ്മി അങ്ങനെയൊക്കെയാണ് പറഞ്ഞതെന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം നന്ദിനിയുടെ അമ്മയുടെ വീട്ടുകാർ പിന്നീട് നന്ദിനിയുടെ അമ്മയെ തിരക്കി പോയില്ലേന്ന് ചോദിക്കും. ഒരുപാട് തിരക്കി. അവർക്ക് കുറ്റബോധമുണ്ട്. ഇങ്ങനെ ഒരു മരുമകനെ കിട്ടിയിട്ടും ഇന്നേ വരെ തൻ്റെ തറവാട്ടിലെ സ്വത്തുക്കൾ ചോദിച്ച് വരികയോ ഒന്നും ചെയ്യാത്ത ഒരു നല്ലൊരു മനുഷ്യ സ്വഭാവമുള്ള ഒരാളെ കിട്ടിയിട്ടും തങ്ങൾ അതിൻ്റെ മൂല്യം മനസ്സിലാക്കിയില്ലല്ലോ. അത് കേട്ടോടെ തന്നെ അയാളൊരു പൊട്ടനാണ്, അതുകൊണ്ടാണ് മനസ്സിലാക്കാതിരുന്നത്. എടി, നീ വിചാരിക്കുന്നത് പോലെ പൊട്ടനൊന്നുമല്ല. നന്ദിനിയുടെ അച്ഛന് അത്രയും നന്മയുണ്ട്. അത്രയും നന്മയുള്ള ഒരു മനുഷ്യനാണ്. ആരെയും അറിഞ്ഞ് സഹായിക്കും. അയാളുടെ 1 രൂപയാണുള്ളതെങ്കിൽ അയാൾക്ക് വേറെ ഒന്നും ഇല്ലെങ്കിലും അയാൾ അത് എടുത്തു കൊടുക്കും. അത്രയും നല്ലൊരു മനുഷ്യനാണെന്നൊക്കെയാണ് എൻ്റെ മമ്മി പറഞ്ഞു കേട്ടതെന്ന് പറയട്ടോ. എടി, നിനക്കറിയോ ആ വീടും പരിസരമൊക്കെ? എൻ്റെ മമ്മി പറഞ്ഞു തന്നു, ഇന്ന ഭാഗത്താണ്, ഇന്ന തറവാട്ടുകാരാണെന്നൊക്കെ എൻ്റെ മമ്മി പറഞ്ഞു തന്നു. എന്നാൽ നമുക്കൊന്ന് പോയി കണ്ടാലോ? അതെന്തിനാ? അല്ല, എനിക്ക് ഈ കഥകളൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ആ പഴയ വീടാണെങ്കിലും എനിക്കത് കാണാനൊരു ആഗ്രഹം. അതിനെന്താ, വാ എന്ന് പറയാൻ കേട്ടോ. പിന്നീട് അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇതേ സമയം ഇന്ദ്രജക്കാണെങ്കിലോ ഒരു 25,000 രൂപയുടെ ഒരു സാരിക്ക് പോലും ആർത്തിയുള്ള ആളാണ് കേട്ടോ ഇന്ദ്രജ. അങ്ങനെ ഒരു സ്വഭാവക്കാരിയാണ്. തൻ്റെ അമ്മ ഇത്രയും പൈസക്കാരിയാണെങ്കിൽ
എല്ലാവരുടെയും സ്വത്തും അതുപോലെ അവരുടെ സമ്പത്തൊക്കെ വെട്ടി വെട്ടി പിടിക്കണം എന്നുള്ള ആ ഒരു ആർത്തി മാത്രമേ ഇന്ദ്രജയിലുള്ളൂ കേട്ടോ. അതുകൊണ്ടാണല്ലോ സൂര്യ ഇത്രയും വലിയൊരു ചതി ചെയ്ത് സൂര്യ വീഴുമെന്ന് കരുതി നന്ദിനിയെ തലയിലൊക്കെ കെട്ടിവെച്ചത്. അങ്ങനെ ഈ സമയം ഇതെല്ലാം മനസ്സിൽ കരുതണം, എങ്ങനെയെങ്കിലും ഇതൊക്കെ തൻ്റെ പേരിലാക്കണം. നന്ദിനി ഇത്രയും വലിയ ഒരു പണക്കാരിയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ആ വീട് കാണാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുന്നേ, വർഷങ്ങൾക്ക് മുന്നേയുള്ള ആ വീട് ഇത്രയും വലിയൊരു വീടായിരുന്നു. അതിൻ്റെ തൊട്ടപ്പുറത്തും അവർക്കത് ആ പറമ്പിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെക്കുറിച്ചും ഒക്കെ നാട്ടുകാരൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. പിന്നീട് അവർക്കുള്ള കമ്പനികളും അതുപോലെ മറ്റുള്ള സ്ഥാപനങ്ങളും ഒക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. ഇതെല്ലാം കാണുമ്പോൾ ഇന്ദ്രജയുടെ കിളിയാകെ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ദ്രജ പറയാണ്, അയ്യോ ഞങ്ങൾ ഇത്ര വലിയ പണക്കാരൊന്നല്ല, അളകനന്ദയിലെ പത്മ എന്ന് പറയുന്നത് വലിയ പണക്കാരെന്നു വിചാരിച്ച് എൻ്റെ മമ്മി ഇരിക്കുന്നത്. പക്ഷേ നന്ദിനിയുടെ അമ്മയുടെ ഈ ഒരു സമ്പത്ത് ആലോചിക്കുമ്പോൾ എൻ്റെ മമ്മിയുടെ സ്വത്ത് അവരുടെ കാൽച്ചുവട്ടി പോലും വെക്കാനില്ല എന്ന് പറയും കേട്ടോ. സത്യത്തിൽ ഈ നന്ദിനിയുടെ അമ്മയ്ക്ക് എത്ര ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ആരെങ്കിലും, അതല്ല അതിശയം. നന്ദിനിയുടെ അമ്മക്ക് ആകെ ഒരു മകളേ ഉള്ളൂ, പിന്നെ ഉള്ളത് 2 ആൺപിള്ളേരാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അവർക്കാണെങ്കിൽ ഇതൊന്നും വേണ്ടത്ര. അവരൊക്കെ വിദേശത്താണ്, അവർക്ക് അതിലേറെ സമ്പത്തുള്ള കുടുംബത്തിലെയാണ്. അവരാണെങ്കിലോ പെങ്ങൾക്ക് കൊടുത്തോളൂ എന്നുള്ളതാണ് അവർ പറഞ്ഞ് അവരുടെ പേരിൽ എഴുതി വെച്ചിരിക്കുകയാണ്. എന്താ നീ പറയുന്നത്? ഇന്നൊക്കെ ഇങ്ങനെയുണ്ടാവുമോ? അവരും അതുപോലെയുള്ള കുടുംബങ്ങളാണ്. അവർക്ക് ഈ നാട്ടിൽ വന്ന് കൂടാനോ അതിനൊന്നും അവർക്ക് ആഗ്രഹമില്ല എന്നൊക്കെയാണ് ഞാൻ കേട്ടുകൊടുത്തോളം കഥ. ബാക്കിയുള്ളതൊന്നും എനിക്കറിയില്ല. ഇനി എൻ്റെ മമ്മിയോട് നീ നേരിട്ട് ചോദിച്ചു നോക്ക് എന്ന് ഇന്ദ്രജയോട് തൻ്റെ കൂട്ടുകാരി പറയുമ്പോൾ ഇന്ദ്രജ പറയാം, അയ്യോ അത് വേണ്ട, എൻ്റെ മമ്മിയോട് ചോദിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. നിൻ്റെ മമ്മിയോട് ചോദിച്ചാൽ ഈ സത്യം അറിയാം. നിൻ്റെ മമ്മിക്ക് ഇപ്പോൾ ഈ നന്ദിനി ഈ പറയുന്ന നന്ദിനിയുടെ അമ്മയുടെ വീട്ടുകാരെ അവരൊക്കെ അതുണ്ട് മമ്മി ചോദിച്ചു, നീ എന്തേ ഇപ്പോൾ ഈ കഥയൊക്കെ ചോദിക്കുന്നത്? അല്ല, വെറുതെ ചോദിച്ചതാണെന്ന് ഞാൻ പറഞ്ഞത് തട്ടിക്കൂട്ടി ഇട്ടു എന്നിങ്ങനെ തിരിച്ചും ഇന്ദ്രജയുടെ കൂട്ടുകാർ പറയണം കേട്ടോ. അങ്ങനെ ഇന്ദ്രജ തൻ്റെ വീട്ടിലോട്ട് പോവാണ്. യാതൊരുവിധ സമാധാനവും തനിക്ക് കിട്ടുന്നില്ല. എങ്ങനെ നോക്കിയാലും തനിക്ക് ഉറങ്ങാനും ഒന്നിനും പറ്റുന്നില്ല. ഈശ്വരോ, ഇത്രയും വലിയ സ്വത്തുക്കൾ ആർക്കുമല്ലാതെ ഇങ്ങനെ കിടക്കല്ലേ. അത് അവിടെ നോക്കാൻ നിർത്തിയവർക്ക് തന്നെയല്ലേ കിട്ടുന്നത്. അതിൻ്റെ വരുമാനങ്ങളൊക്കെ ബാങ്കിൽ ഇങ്ങനെ ഡെപ്പോസിറ്റായി കിടക്കുന്നു. പക്ഷെ അതിലാരും കൈവെക്കുന്നില്ല. ഈശ്വര, ഇതെന്തൊരു അവസ്ഥയാണ്, ഇതിപ്പോൾ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ഇതാക്കുകയാണ്. അപ്പോൾ വിജയ് ചോദിക്കുന്നത്, നീ എങ്ങോട്ടാണ് പോയത്? അതിപ്പോൾ നിങ്ങളെന്തിനാ അറിയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. പിന്നീട് നന്ദിനിയെ കാണുമ്പോഴൊക്കെ ഈ ഒരു ഓർമ്മയാണ്. അങ്ങനെ ഇരിക്കെ നന്ദിനി സത്യം അറിയാണ് കേട്ടോ. നന്ദിനി വലിയൊരു തറവാട്ടിലെ ഒരു പെൺകുട്ടിയാണെന്നുള്ള സത്യം, തൻ്റെ അമ്മ അത്രയും വലിയൊരു കോടീശ്വരിയാണെന്നുള്ള സത്യം, തനിക്ക് 4-5 തലമുറയ്ക്ക് ജീവിക്കാനുള്ളവളാണെന്നുള്ള സത്യവും അറിയാൻ കേട്ടോ. ഇതങ്ങ് അറിയുന്ന സൂര്യ ആരെയും പൊച്ചിക്കരുതെന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ വീട്ടിലെ ഒരു വേലക്കാരിയായി വന്നു, തെങ്ങുംതോപ്പിൽ പണിയെടുത്തു എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചിരുന്ന ഇന്ന് നന്ദിനിയുടെ കാൽച്ചുവട്ടിൽ നിൽക്കേണ്ട അവസ്ഥയല്ലേ നിങ്ങൾക്കൊക്കെ വന്നത് എന്ന് സൂര്യ പറയുന്നു കേട്ടോ. ഇത് കേൾക്കുന്ന ഇന്ദ്രജ, അയ്യോ എന്തറിയരുതെന്ന് വിചാരിച്ചോ അത് തന്നെ അറിഞ്ഞു. അപ്പോൾ ഈ സമയം പത്മ ഒന്നും മിണ്ടാതെ നിൽക്കണ്ട കേട്ടോ. എന്താ നിങ്ങൾക്കൊന്നും മിണ്ടാനില്ലേ? അളകനന്ദയിലെ പത്മ എന്ന് പറയുമ്പോൾ വലിയ പേരും പ്രശസ്തിയൊക്കെ ആയിരുന്നല്ലോ. എന്നാൽ നന്ദിനിയുടെ അമ്മയുടെ വീട്ടുപേരും അവരുടെ പേരും കേട്ടാൽ നിങ്ങൾ അളകനന്ദയിലെ പത്മയായി തുള്ളാൻ തന്നെ നിങ്ങൾക്ക് കഴിയുള്ളൂ. പണമുണ്ടെന്ന് കരുതി ഇത്രയും അഹങ്കാരവും ദേഷ്യമൊന്നും ഒരാൾക്കും പാടില്ല. പാവപ്പെട്ടവരും എല്ലാവരും മനുഷ്യന്മാരാണ്. അത് പരിഗണിക്കാൻ ഒരു മനസ്സ് വേണം. ആദ്യം മനസ്സിൻ്റെ നന്മയാണ് ഏറ്റവും വലിയ പണമെന്നാണ് ഇപ്പം നിങ്ങളുടെ മുന്നിൽ പഠിപ്പിച്ചു തന്നത്. ഇനി ഈ തറവാട്ടുകാരുമായാണ് നമ്മൾ ഇതുവരെയും ബിസിനസ് ചെയ്തിരുന്നതും എന്നുള്ള സത്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഇതേ സമയം നന്ദിനിയോട് സൂര്യ വന്നിട്ട് പറയാണ്, നന്ദിനി നീ പഴയതുപോലെ ഇനി ആരുടെയും അടിമയായി ജീവിക്കേണ്ട. അപ്പോൾ ഉടൻ തന്നെ നന്ദിനി പറയാണ്, അത് എനിക്കെൻ്റെ അത് നിനക്ക് നിൻ്റെ എന്നൊന്നും നീ എന്നോട് പറയാൻ നിൽക്കണ്ട. ഞാനങ്ങ് ഓർഡർ ഇടും, ഇവരങ്ങ് അനുസരിക്കണം. ഇനി അതേ ഉള്ളൂ. നീ വിചാരിച്ചാൽ ഇന്ന് നമ്മുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒരുവിധം കമ്പനിക്കാരുമായിട്ടാണ് ഡീൽ ചെയ്ത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അളകനന്ദയിലെ പത്മയുടെ കമ്പനി അങ്ങ് പൂട്ടും. അതോടുകൂടി ഈ നിൽക്കുന്ന എൻ്റെ മമ്മി എന്ന് പറയുന്നവരുടെ അഹങ്കാരം അങ്ങ് തീരും.
അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് യതീന്ദ്രൻ ഇങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കുകയാണ് കേട്ടോ. അതേസമയം ഇനി നാളെ മുതൽ ഇത്രയും നാളും നിങ്ങൾക്ക് വെച്ചുണ്ടാക്കി വിളമ്പി തന്നില്ലേ, അതിൽ ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്തത് ഈ നിൽക്കുന്ന ഇന്ദ്രജയാണ് എൻ്റെ ഭാര്യയോട്. അപ്പോൾ ഇന്ദ്രജ ആവട്ടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. എൻ്റെ മമ്മിക്ക് അത്യാവശ്യം കുക്കിംഗ് ഒക്കെ അറിയാലോ, എൻ്റെ മമ്മി അങ്ങ് വെച്ചുണ്ടാക്കി നോക്ക്. ഇന്ദ്രജ അടിക്കലും തൂക്കലും തുടക്കലും ഒക്കെ ചെയ്യട്ടെ. ഈ വീട് മുഴുവൻ മൊത്തം കൊണ്ടുനടന്നിരുന്നത് നന്ദിനിയല്ലേ. എന്നാൽ ഇനി നന്ദിനി നീ ഇവിടെ ഒന്നും ചെയ്യരുത്. ഇനി ബിസിനസ് കാര്യവുമായി എൻ്റെ പിറകെ നീ ഉണ്ടാവുക. എന്തെല്ലാം പറഞ്ഞാണ് നിന്നെ ഇവർ പരിഹസിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരും ഇനി ഈ വേലക്കാരി എന്നുള്ളതിൻ്റെ ആ ഒരു വില അറിയട്ടെ. എന്താണ് വീട്ടുവേല എന്നും എന്താണ് മറ്റുള്ള വേല, ഓരോ പണിക്കും അതിൻ്റേതായ ഒരു ഇതുണ്ട്. അതുകൊണ്ട് നീ അത് കേൾക്ക്. അത് സുരേഷ് സാർ അത് വേണോ, ഞാൻ പറഞ്ഞത് അങ്ങ് കേട്ടാൽ മതി. എന്നാൽ എൻ്റെ ചേച്ചി ഇങ്ങനെ നോക്കി നിൽക്കണ്ട, വീടൊക്കെ തൂത്ത് തുടക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് സൂര്യ ഒരു ബക്കറ്റും വെള്ളമൊക്കെ കൊടുന്നു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം നന്ദിനിയോട് വന്നിട്ട് പറയണം, നന്ദിനി എന്ന് പറയുമ്പോൾ നന്ദിനി പറയാണ്, അതിലൊരു സംശയമില്ല, നിങ്ങൾ തൂത്ത് തുടക്കാൻ സൂര്യ സാറ് പറഞ്ഞെങ്കിൽ നിങ്ങൾ തൂത്ത് തുടക്കുക എന്ന് പറയണം കേട്ടോ. പക്ഷേ ഇതെല്ലാം ഇന്ദ്രജ കാണുന്ന സ്വപ്നമായിരിക്കും കേട്ടോ. നന്ദിനിയുടെ അമ്മയുടെ സ്വത്തുക്കൾ എല്ലാം ഇങ്ങനെ കണ്ടു വന്നതിന് ശേഷം തനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവുമോ എന്നൊരു പേടി ഇന്ദ്രജക്കുള്ളിൽ വരികയാണ്. അങ്ങനെ ഇന്ദ്രജ ഞെട്ടി ഉണരുകയാണ്. ഇതേസമയം വിജയ് ചോദിക്കുന്നുണ്ട്, എന്താ ഇന്ദ്രജ എന്ന് ചോദിക്കുന്നുണ്ട്. അയ്യോ എനിക്ക് വയ്യേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്ദ്രജ നീക്കുന്നത്. എനിക്ക് തുടക്കാൻ വയ്യേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി പത്മയും ഈ സത്യം അറിയും. പത്മ അറിയുമ്പോൾ പത്മക്ക് പിന്നെ മിണ്ടാൻ വാക്കുകളില്ല. അതിനു മുന്നേ നന്ദിനി തന്നെ ഈ സത്യം അറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് കഴിയുമ്പോഴാണ്, ഇതൊക്കെ ഇപ്പോൾ അടുത്ത് വരാനുള്ളതല്ല, കുറച്ചും കൂടിയൊക്കെ കഴിയണം. അപ്പോൾ എന്തായാലും ഈ പാവപ്പെട്ട തോട്ടക്കാരി വേലക്കാരി എന്നൊക്കെ വിളിച്ച പത്മയ്ക്ക് ഇനി മേഡം എന്ന് വിളിക്കേണ്ട ആ അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് കേട്ടോ.